സ്വന്തം മോളുടെ കല്യാണം മുടങ്ങിയതുപോലെ എനിക്കിപ്പോ തോന്നുന്നു. ഒറ്റ ചോദ്യം എനിക്കുള്ളൂ, നിന്നെ ചതിക്കാൻ കൂട്ടുനിന്ന് ഇവനെ കല്യാണം കഴിക്കാൻ തയ്യാറാണോ നീ? വേണ്ട, എനിക്കിനി കല്യാണം വേണ്ട. ഇവക്ക് വേണ്ടെങ്കി പിന്നെ എന്ത് കുന്തം കാണാനാടാ നീ ഇവിടെ നിൽക്കുന്നേ? ഇറങ്ങി പോടാ, കാശിന് കൊള്ളാത്തവനെ. ദേ, എന്റെ മോനെ പറഞ്ഞാലുണ്ടല്ലോ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. ഇവനെ വായ്ക്കൈയും പൊത്തി ഇവിടുന്ന് ഇറങ്ങി പൊയ്ക്കൊള്ളണം. പകരം ഇവൻ എന്റെ അനിയൻ അമൃതയുടെ കഴുത്തിൽ താലി കെട്ടും. എന്റെ ശവത്തി ചവിട്ടിട്ടെ നിന്റെ അനിയനെ കൊണ്ട് ഇവിടെ കെട്ടിക്കൂ. നിർത്തടി. ഇറങ്ങി പൊക്കോണേ ഇവിടുന്ന്, ഇല്ലെങ്കിൽ നീ ഇപ്പൊ എന്റെ കൈ കൊണ്ടേ ശവമാവും. ഇറങ്ങിപ്പോടി, ഇറങ്ങിപ്പോടി. ഓമേ ഇറങ്ങിപ്പോടി. കണ്ടുപോരുതൂടെ. കലാപതി, നിന്റെ ആഗ്രഹം സാധിക്കാൻ പോകുന്നില്ല. നിന്റെ അനിയനെ കൊണ്ട് എന്റെ കുഞ്ഞിന്റെ കഴുത്തിൽ തലയിട്ടിക്കാൻ സമ്മതിക്കത്തില്ല. തന്റെ സമ്മതം ആർക്ക് വേണോടോ സഹദേവ? ഞാനും എന്റെ മോളും എന്റെ അനിയനും കൂടെ അങ്ങ് തീരുമാനിക്കും. മേളം തുടങ്ങട്ടെ. നീ മണ്ഡപത്തിലോട്ട് കയറി വാടാ മഹേന്ദ്ര. എന്തിന് ഇവിടെ കയറി വന്ന് ആര് താലിയിട്ടാനാ? എന്നെയോ? ഒരിക്കലും അത് നടക്കില്ല. മോളെ, ഇവൻ നിന്നെ പൊന്നുപോലെ നോക്കും. അത്രക്കിഷ്ടമാ മഹിക്ക് നിന്നെ. എനിക്കറിയാത്തല്ലോ നിങ്ങളെ ആരെ. കൂടുതൽ പറയിപ്പിക്കണ്ട. എനിക്കിപ്പോ എന്റെ കല്യാണമല്ല, എന്റെ കുഞ്ഞനിയത്തിമാരാ വലുത്. അതിനെന്താ മോളെ, ഞാൻ പറഞ്ഞില്ലേ അനിയത്തിമാരെ ഞാൻ കൊണ്ടുതരും. ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. നിങ്ങൾ ആരെയും ഞാൻ വിശ്വസിക്കില്ല. എനിക്കെന്റെ അനിയത്തിമാരെ വേണം. അവരെ ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. മാമൻ എന്നോട് ക്ഷമിക്കണം. അമൃതമോളെ, അമൃതമോളെ, ഓടിവാ.
വലിയൊരു ചതി ഞാൻ പ്രതീക്ഷിച്ചില്ല കലാവതി. നീ എന്നെ ഒറ്റുകൊടുക്കുമെന്ന് ഒരു ചിന്തയിൽ പോലും എനിക്കുണ്ടായില്ല. നമ്മൾ ചിന്തിക്കാത്തതാണ് പലപ്പോഴും സംഭവിക്കുന്നത്. നീ ഇതുപോലൊരു ചതി കാണിക്കുമെന്ന് നിന്റെ ഭർത്താവ് പോലും വിചാരിച്ചില്ലല്ലോ. അതല്ലേ നെഞ്ചും പൊത്തിപ്പിടിച്ച് അങ്ങനെ പൊത്തോന്ന് തറയിലോട്ട് വീണത്. കാർഡിയാക് അറസ്റ്റ് ആണെങ്കിലേ സഹദേവൻ തീർന്നു കരുതിയാ മതി. അപ്പോഴും ആ മരണത്തിന് ഉത്തരവാദി നീയായിരിക്കും. എന്റെ ഭർത്താവിന് ഒന്നും സംഭവിക്കില്ല. ഇതിനു മുൻപ് അദ്ദേഹത്തിന് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും നീ കരുതിയിരുന്നോ കലാവതി, എന്നെപ്പോലൊരു ശത്രുവിനെ ഉണ്ടാക്കി വെച്ചതേ നിന്റെ നാശത്തിനാ. ഇങ്ങനെ ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ളത് അംബികെ. എനിക്ക് നിന്നോടിപ്പോഴും ദേഷ്യമൊന്നുമില്ല. ഈ കല്യാണം മുടങ്ങണോന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അമൃത എന്റെ അനിയനുള്ള പെണ്ണ. അത് മലർപ്പൊടിക്കാരന്റെ സ്വപ്ന കലാവതി. നടക്കില്ല. എന്റെ മകന്റെ കല്യാണം നീ മുടക്കിയെങ്കിൽ നിന്റെ അനിയന്റെ കല്യാണവും നടക്കില്ല. അത് ഞാൻ സമ്മതിക്കില്ല. മുടക്കം ഞാൻ ഏത് വിധേനയും. അങ്ങനെ തീരുമാനിച്ചുറപ്പിച്ചിറങ്ങി തിരിച്ചാലേ മുടക്കും നിന്റെ അന്നം വരെ ഞാൻ. അതാ എന്റെ ഒരു ശീലം. ഇപ്പൊ തൽക്കാലം എന്നോട് പറഞ്ഞ് മത്സരിക്കാൻ നിൽക്കാതെ ആശുപത്രിയിലോട്ട് ചെല്ല്. കെട്ടിയോൻ ചത്തോ ജീവിച്ചിരിപ്പുണ്ടോന്നറിയാം. ഈ കല്യാണം മുടങ്ങണോന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അമൃത എന്റെ അനിയനുള്ള പെണ്ണ. അങ്ങനെ തീരുമാനിച്ചുറപ്പിച്ചിറങ്ങി തിരിച്ചാലേ മുടക്കും നിന്റെ അന്നം വരെ ഞാൻ.
ചേട്ടാ. എങ്ങോട്ട് എങ്ങോട്ട് പോകാനായി പറയുന്നേ? ആ, അത് പിന്നെ ബസ് സ്റ്റാൻഡിന്റെ ഭാഗത്തേക്ക് പോട്ടെ. KSRTC അതോ പ്രൈവറ്റോ? അതൊന്നും എനിക്കറിയില്ല. നിങ്ങൾ നേരെ വിട്. എന്താ വെച്ചേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമുക്ക് റെയിൽവേ സ്റ്റേഷൻ വരെ ഒന്ന് പോവാം. ആദ്യം പറഞ്ഞു ബസ് സ്റ്റാൻഡിൽ പോണോന്ന്, ഇപ്പൊ പറയുന്നു റെയിൽവേ സ്റ്റേഷൻ എന്ന്. എന്തെങ്കിലും ഒരു തീരുമാനം പറ വെച്ചേ. സത്യം പറഞ്ഞ ഇങ്ങോട്ട് പോണെന്ന് എനിക്കറിയില്ല. എന്റെ അനിയത്തിമാരെ തേടി ഇറങ്ങിയതാ ഞാൻ. അതിന് അവരെവിടെ പോയതാ? അറിയില്ല, ഒന്നും അറിയില്ല എനിക്ക്. വിഷമിക്കണ്ട, അനിയത്തിമാരെ നമുക്ക് കണ്ടുപിടിക്കാം. ചോദിക്കുന്നുണ്ടോന്ന് വിചാരിക്കല്ലേ. നിങ്ങളും അനിയത്തിമാരും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, ഒരു പ്രശ്നവും ഇല്ല. അല്ല, എന്തെങ്കിലും വഴക്കോ മറ്റോ? ഒന്നുമില്ല. അനിയത്തിമാരെ കാണാനില്ലെങ്കിൽ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കുന്നതല്ലേ നല്ലത്. അവരന്വേഷിച്ച് കണ്ടെത്തും. അതൊന്നും ശരിയാവില്ല. ചേട്ടൻ ഒരു ഉപകാരം ചെയ്യോ? എന്താ? ചേട്ടന്റെ ഫോണും തരുമോ? എന്റെ ഫോൺ കയ്യിലില്ല. എന്റെ അനിയത്തിമാരെ ഒന്ന് വിളിച്ചു നോക്കാനാ. ദാ. കിട്ടുന്നുണ്ടോ? അമൃതേച്ചിയാണോ? അല്ല, ഏതോ അറിയാത്ത നമ്പർ. എന്താ വേണ്ടേ? അങ്ങോട്ടൊന്നും പറയണ്ട, എടുത്തു നോക്ക്. ഹലോ. മോളെ അനക്കേ, ഇത് ചേച്ചിയാ. അയ്യോ അമൃതേച്ചി, കട്ടി കട്ടി. ഹലോ ഹലോ. ആദ്യമേ പറഞ്ഞല്ലേ ഞാൻ ഫോൺ ഓഫ് ചെയ്ത് വെക്കാൻ. ഞാൻ മറന്നുപോയതാ. നിങ്ങളുടെയൊക്കെ ഫോൺ ഓഫ് അല്ലേ? അതെ. സ്വയം ന്യായീകരിക്കാനുള്ള വിളിയായത്. നമുക്കിനി ചേച്ചിയോട് ഒന്നും സംസാരിക്കാനില്ല. അതെ, ചോദ്യം പറച്ചിലൊക്കെ പണ്ടേ കഴിഞ്ഞു. തിരിച്ചറിവുകളോടുകൂടി തന്നെയാ നമ്മൾ 4 പേരും അവിടെ നിന്ന് ഇറങ്ങിയത്. അല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, എനിക്ക് ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. എനിക്കും. ഇപ്പോഴത്തെ വിളിയുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായോ? എന്തായാലും നമ്മൾ ഒഴിവായല്ലോ. കല്യാണവും കഴിഞ്ഞു. ഇനി ഡബിൾ ഗെയിം കളിച്ച് നമുക്ക് മുന്നിൽ നല്ല പിള്ള ചമയാൻ വേണ്ടി ആയിരിക്കും. ആ, ഉറപ്പല്ലേ? ഈ വിളി ഞാൻ പ്രതീക്ഷിച്ചതാ. അതുകൊണ്ടാണ് ഞാൻ ഫോൺ ഓഫ് ചെയ്ത് വെക്കാൻ പറഞ്ഞത്. അമ്മയെ പോലെ കരുതി ഇത്രയും നാളും കൂടെ നിന്നവരാ നമ്മള്. ആ നമ്മളിങ്ങനെ കൈവിട്ട് കളഞ്ഞ ചേച്ചിയെ ഇനി നമുക്ക് വേണ്ട. ഇത് നമ്മൾ 4 പേരും കൂടെ ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമാ. വാ പോ. ചാർജ് ചെയ്ത് സ്വിച്ച് ഓഫ് ആയതായിരിക്കും. അവര് 4 പേരുടെ ഫോണ് ഒരുമിച്ച് സ്വിച്ച് ഓഫ് ആവുമോ? ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാ, എന്നെ തോൽപ്പിക്കാൻ വേണ്ടി. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ചേട്ടൻ വണ്ടി വിട്. അമൃത, എനിക്കവളെ വേണം. അവളെ എനിക്ക് വേണം. എനിക്കവളെ വേണം. എനിക്കവളെ വേണം. ഒന്ന് നിർത്ത് മഹി. നീ എന്ത് ഭ്രാന്തായി കാണിക്കുന്നേ? ഈ താലിച്ചരട് അമൃതയുടെ കഴുത്തിൽ കെട്ടാൻ പറ്റിയ ഏറ്റവും നല്ല അവസരം പാഴായി പോയത്. എടാ, 1 പിഴച്ചാ 3 ഇതിനേക്കാളും നല്ല അവസരം ഇനിയും നിനക്ക് കിട്ടും. നീ തന്നെ അവളുടെ കഴുത്തിൽ താലി കെട്ടും. ഈ പതിവ് പല്ലവി കേട്ടുടങ്ങട്ടെ കാലം കുറയായി. ഒന്നും നടക്കില്ലെന്ന്
ഇന്നത്തോടെ ബോധ്യാവുകയും ചെയ്തു. എടാ ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. വേണ്ട, ചേച്ചി പറയുന്ന ഒന്നും ഇനി എനിക്ക് കേൾക്കണ്ട. എനിക്ക് ചേച്ചിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. ഹ, എടാ ഞാനെന്ത് വിളിച്ചു? എല്ലാം ഞാൻ വിചാരിച്ചതുപോലെ തന്നെ നടന്നേനെ. പക്ഷെ അവസാന നിമിഷം അവള് മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി പോകുന്നു ഞാൻ കരുതിയില്ല. അങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ നിന്റെ കയ്യിലിരിക്കുന്ന ഈ താലി ഇപ്പൊ അമൃതയുടെ കഴുത്തിൽ കിടന്നേനെ. എന്തിനും ഏതിനും ചേച്ചിക്ക് പറയാൻ ന്യായങ്ങളുണ്ടല്ലോ. ചേച്ചി എന്നെ പറഞ്ഞു പറ്റിച്ചു. അത് തന്നെ സംഭവിച്ചത്. ചേച്ചിയെ വിശ്വസിച്ച ഇത്രയും നാള് ഞാൻ അമൃതയ്ക്ക് വേണ്ടി കാത്തിരുന്നത്. എന്നിട്ടും അവളെ അത്ര കണ്ട് മോഹിക്കുമ്പോഴും ഒരു പ്രാവശ്യം പോലും അവളുടെ പിന്നാലെ പോവാനോ വഴി തടഞ്ഞ് എന്റെ ഇഷ്ടം പറയാനോ ഞാൻ പോയിട്ടില്ല. ഒക്കെ ചേച്ചി പറഞ്ഞ വാക്ക് വിശ്വസിച്ചിട്ടാ. ഒന്നാമത് അമൃതയ്ക്ക് എന്നെ കണ്ണെടുത്താ കണ്ടൂടാ. അതിനും കാരണക്കാരി ചേച്ചിയാ. ചേച്ചിയെ കാണുന്ന കണ്ണുകൊണ്ട് അവൾ എന്നെയും കാണുന്നത്. എന്നോടുള്ള വെറുപ്പ് ഇനിയും കൂട്ടാതിരിക്കാനാ ഞാൻ അവളുടെ ബാക്കിൽ നടന്ന് ശല്യപ്പെടുത്താതിരുന്നത്. എന്റെ ആ കാത്തിരിപ്പും ക്ഷമയൊക്കെ ചേച്ചി ഒറ്റ ഒരാൾ തകർത്തു കളഞ്ഞു. നിർത്തടാ. കുറച്ചു നേരമായിട്ട് ഞാൻ സഹിക്കുന്നു. സഹിച്ചത് മുഴുവൻ ഞാനാ. നഷ്ടം വന്നത് എനിക്കാ. അമൃതയെ സ്വന്തമാക്കാൻ ഇനി എനിക്ക് ചേച്ചിയുടെ ആവശ്യമില്ല. എന്തുവേണമെന്ന് എനിക്കറിയാം. മഹി, മര്യാദക്ക് ഞാൻ പറയുന്നതും കേട്ട് എന്റെ കൂടെ നിന്നോണം. ഇല്ലെങ്കിൽ അമൃതയെന്നല്ല ഒരു പെണ്ണിനെ നിനക്ക് കിട്ടാൻ പോകുന്നില്ല. അങ്ങനെയൊക്കെ തീരുമാനിക്കാൻ വരട്ടെ. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഡ്രൈവർ, വണ്ടി നിർത്തേ. വണ്ടി നിർത്താൻ. എടോ, തന്നോടല്ലേ പറഞ്ഞ വണ്ടി നിർത്താൻ. വണ്ടി നിർത്തോ. മഹി, മഹി നിക്ക്. നീ ഇത് എവിടേക്ക് പോവാ? പറഞ്ഞില്ലേ, ഇനി എനിക്ക് എന്റെ വഴി. എനിക്കറിയാം അമൃത എങ്ങനെ എനിക്ക് സ്വന്തമാക്കണമെന്ന്. എടാ, ഞാൻ നിങ്ങളുടെ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു. എന്താ ഈ കാര്യങ്ങളൊക്കെ? പറഞ്ഞതുപോലെ അമൃതയുടെ അനിയത്തിമാരെ ഞാൻ പുറത്തിറക്കിയിട്ടുണ്ട്. ഗുഡ്. ഇനിയെല്ലാം നിങ്ങളുടെ കയ്യിലാ. 4 എണ്ണത്തിനെയും പിടികൂടി ഇന്ന് തന്നെ ഇവിടുന്ന് നാട് കടത്തണം. ധൈര്യമായിട്ടിരിക്കെ. വേണ്ടത് ചെയ്തോളാമെന്ന് ഞാൻ പറഞ്ഞല്ലോ.